നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ആട്ടുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടാ. അപ്പൊ എന്റെ കായും അമരക്കായും ഉള്ളിൽ മെരുക്കും കൂടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തൊരു പൂരണ്ട് കേട്ടോ, ചെറിയൊരു പൂരാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ നമ്മൾ നാല് ക്ഷണിച്ചിട്ടൊന്നുമില്ല, എങ്കിലും ഞാൻ പൂരൊക്കെ ആണല്ലോ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കറിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഒരു ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. പിന്നെ വെച്ചിട്ടുള്ളത് സാമ്പാറാണ് കേട്ടോ. അപ്പോ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കിണ്ണത്തപ്പം കൂടി ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേയായിട്ട് നമുക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു കിണ്ണത്തപ്പം കൂടി ഉണ്ടാക്കണം. അപ്പൊ ഞാൻ എടുക്കുക. നമുക്കുണ്ടല്ലോ നമ്മുടെ ചോളത്തിന് കവർ ഇടാറായിട്ടുണ്ട്. പിന്നെ കുറച്ച് പീച്ചിങ് പൊട്ടിക്കാനുണ്ട് കേട്ടോ. അപ്പൊ കവറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വട്ടം ചോളത്തിന് കവറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ കഴുകി എടുത്ത് വെക്കാറുണ്ട്. അപ്പൊ കാണുമ്പോൾ ഇത്തിരി മോശം കവറായാലും ഒക്കെ കഴുകി വൃത്തിയാക്കിയുള്ള കവറുകളാണ്. കുറച്ച് നല്ലത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലിപ്പം ആവുമ്പോൾ തന്നെ ഇട്ട് തുടങ്ങണം, അല്ലെങ്കിൽ അണ്ണാമത് വന്ന് കാരി തുടങ്ങും. നമ്മൾ ഈ ഇടയിലേക്ക് ഇടയിൽ തിരികെ വെക്കും. അപ്പൊ കാറ്റ് വന്നാലും പറന്നൊന്നും പോവില്ല. നമ്മളങ്ങനെ ചോളത്തിൽ കവറിടൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ എന്താ ഒരു പീച്ചിങ് ഉണ്ടായി നിൽക്കുന്നുണ്ട്, അത് പൊട്ടിക്കണം. താഴെ വീണൊക്കെ പൊട്ടി കേട്ടോ, പെട്ടെന്ന് താഴെ വീണ് കയ്യിൽ നിന്ന്. ഇനിയിപ്പോൾ എന്നിട്ടാണിങ്ങനെ നമുക്ക് അവിടുത്തെ പറമ്പിലേക്ക് പോവാം. അവിടെയും പീച്ചിങ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. 1-2 പൊട്ടിക്കാറായിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ നനയ്ക്കുന്ന പിന്നെ അങ്ങോട്ട് പോവാം.
ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ തക്കാളി പൊട്ടിക്കാറുണ്ട്. തക്കാളി എന്ന് പറയുന്നത് അധികമൊന്നുമില്ല, എങ്കിലും നമ്മളിത് പൊട്ടിച്ചെടുത്തില്ലെങ്കിൽ നാളേക്കാവുമ്പോൾ അത് കിളികളൊക്കെ കൊത്തി തിന്നും. പിന്നെ ഇന്ന് പറഞ്ഞ പൂരായ കാരണം തന്നെ പ്രത്യേകിച്ച് വേറെ പണികളൊന്നും അങ്ങനെ എടുക്കണില്ല. ഇങ്ങനെയുള്ള നമ്മുടെ പറമ്പിലത്തെ വരെ കൂടെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണമല്ലോ കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കട്ടെ. കണ്ട നല്ല വലിയ തക്കാളിയാ ഉണ്ടാ. അതേപോലെ തന്നെ 2 പേശിക്കും കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ പൊട്ടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ 2 പേശിയും കൂടി പൊട്ടിച്ച് നമുക്ക് വീട്ടിൽ പോവാം. ഇനിയിപ്പോൾ നിൽക്കാൻ അറിയോ, നമ്മുടെ കോഴികൾക്ക് കുറച്ച് ചീര വെട്ടി നുറുക്കിയിട്ട് കൊടുക്കാറുണ്ട്. അത് എങ്ങനെയുള്ള ചീരയാണെങ്കിൽ എങ്ങനെയുള്ള ചീര എന്നല്ല, ഏത് ചീരയായാലും തണ്ടൊക്കെ ഇങ്ങനെ വെട്ടി നുറുക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരത് മുഴുവൻ തിന്നും. അപ്പം ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നമ്മുടെ ഉപയോഗമൊക്കെ കഴിഞ്ഞ് കതിര് വന്നിട്ടുള്ള കുറച്ച് ചീരകളുണ്ട്. ആ ചീരകളൊക്കെ അരിഞ്ഞെടുത്ത് അവർക്ക് നുറുക്കിയിട്ട് കൊടുക്കാനാണ്. കണ്ട ഇതേപോലെയുള്ള ചീരകൾ ഇതാകുമ്പോൾ തണ്ടൊക്കെ നമ്മൾ നുറുക്കിയിട്ട് കൊടുത്തില്ലെങ്കിൽ അവർക്ക് തിന്നാൻ പറ്റില്ല. ഈ വേനൽക്കാലമൊക്കെ ആയ കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോഴേ ഇവർക്കുണ്ടല്ലോ കുറേ കേടുകൾ പറയൂ ചെയ്യൂട്ടാ കോഴികൾക്ക്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കൊടുക്കുമ്പോഴേ അവര് എന്താ പറയുക തണ്ട് വരെ തിന്നാൻ പറ്റിയവർക്കേ. അപ്പൊ കൊണ്ടുവരാം. നല്ല ഇഷ്ടം ഉപ്പ് ഇത് കിട്ടുമ്പോ.
ഇനിയിപ്പോൾ നിൽക്കുകയാണെങ്കിലേ നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാനാണ് പോണത്. അപ്പോൾ അതിലേക്ക് എന്ന് പറഞ്ഞാൽ 2 നാളികേരം ഞാൻ പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കിണ്ണത്തപ്പത്തിലേക്ക് നല്ല കട്ടിയുള്ള നാളികേരം പാലാണ് ആവശ്യം. അപ്പോഴാണ് അതനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇന്ന് നമുക്കുണ്ടല്ലോ ഹായ് പറയണേക്കാളും മുന്നേ എനിക്കൊരു ബർത്ത്ഡേ വിഷയമുണ്ട് കേട്ടോ. മീന രാധാകൃഷ്ണൻ്റെ പേരക്കുട്ടി റനുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു ഫെബ്രുവരി 2. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ റനു കുട്ട. ഇനി എനിക്ക് ഹായ് പറയാനുള്ളത് ചേച്ചിമാരോടാണ്. ഗീത VK കണ്ണൂർ, ഹായ് ഗീതച്ചി. ഹായ് മേരിയച്ചി. പിന്നെ അനിത രവി, ഹായ് അനിത. പിന്നെ രജനി CCയുടെ ചേച്ചിക്കും അതേപോലെ ഉണ്ണിക്കുമാണ് ഹായ് പറയാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ചേച്ചിയുടെ പേര് രാജി എന്നാണ്. ഹായ് രാജി. ഉണ്ണിയുടെ പേര് എസ്തർ ബേബി എന്നാണ്. ഹായ് എസ്തർ ബേബി. ഇനി എനിക്ക് ഹായ് പറയാനുള്ളത് അനിയത്തിമാരോടാണ് കേട്ടോ. സലൂജ KP, ഹായ് സലൂജ. സബിത സിദ്ദിഖ്, ഹായ് സബിത. മിന്നു മോഹൻ കുവൈറ്റ്, ഹായ് മിന്നു. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മളുണ്ടല്ലോ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വറുത്ത അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അരി അരച്ച് കിണ്ണത്തപ്പം ഉണ്ടാക്കാം. അരി അരച്ചിട്ടാകുമ്പോൾ നമ്മൾ 8 മണിക്കൂറെങ്കിലൊക്കെ അരി കുതിർക്കാനായിട്ട് ഇടണം, എന്നിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഇടിയപ്പം അതേപോലെ തന്നെ പത്തിരി ഇടും, അതിനൊക്കെ ഉണ്ടാക്കണ അരിപ്പൊടിയിട്ട് നല്ല നൈസ് അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കിണ്ണത്തപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൊടി ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മധുരത്തിന്. ഇപ്പോൾ ഇതൊരു 8 ടീസ്പൂണോളം പഞ്ചസാര ഉണ്ടാവും. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർ അതനുസരിച്ച് പഞ്ചസാര ഇടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഏലക്കായയുടെ കുരു കേട്ടോ. ഒരു 3 ഏലക്കായയുടെ കുരുവാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല കട്ടിയുള്ള നാളികേരം പാൽ ഞാനിതാ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അടിച്ചു കൊണ്ടിരിക്കാം കേട്ടോ. അപ്പം നോക്കിയേ, ഇതേപോലെയാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലും നല്ല അളവിലായിരിക്കണം നമ്മുടെ ഇന്നത്തെ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ മാവ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് നാളേരം പാല് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഭയങ്കര ഇളക്കിയെടുക്കുന്നുണ്ട്. കണ്ട ഈ ഒരു അളവിലാണ് നമ്മളിപ്പോൾ വെക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമ്മളൊരു അരമണിക്കൂർ നേരം ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ടീസ്പൂൺ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വിരലുകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ കണ്ട ഇതാണ് ഇതിൻ്റെ ഒരു അളവ്. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് ചെറുതായിട്ടൊരു കട്ടി വരാണെങ്കിൽ നാളികേരം പാൽ തന്നെ ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ജീരകം കേട്ടോ. ജീരകം ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ വെറുതെ നൈസായിട്ട് ഇത്തിരി ഒരു നുള്ള ഉപ്പും പൊടി ഇട്ടാ. അത്രയും വേണ്ടോ. ഇങ്ങനെ തന്നെ നമുക്കൊരു അരമണിക്കൂർ നേരം കൊണ്ടുപോയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ. നോക്കിയേ കണ്ട നല്ല അളവിൽ തന്നെ ഇരിക്കുന്നുണ്ട്.
പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഓരോ അരിപ്പൊടികൾക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇപ്പം എനിക്കിത് വന്നു കഴിഞ്ഞാൽ 1.5 ഗ്ലാസ് അരിപ്പൊടി എടുത്തപ്പോൾ അതിലേക്കൊരു 2 ഗ്ലാസ് നല്ല കട്ടിയുള്ള നാളികേരം പാല് ആയപ്പോൾ തന്നെ ഇതേപോലെ നല്ലൊരു അളവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയ്ക്ക് കൂടി ആയപ്പോൾ അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇത്രയും നാളികേരം പാല് വേണ്ടി വരില്ല, ചിലപ്പോൾ ഇത്തിരി കൂടുകയും ചെയ്യാം. അതൊക്കെ ഓരോ അരിപ്പൊടിയുടെ എന്താ പറയുക ഇതേപോലെ ഇരിക്കും കേട്ടോ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമുക്ക് തീ കത്തിച്ചിട്ട് ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് കഴിക്കണം. അപ്പോൾ ഞാൻ ഈ ഇഡ്ഡലി ചെമ്പിലുണ്ടല്ലോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ തട്ട് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയുക ഇഡ്ഡലി ചെമ്പ് വയ്ക്കുന്ന ടൈമിലൂടെ എപ്പോഴും എനിക്ക് ഒരു കമൻറ്റെങ്കിലും വരാറുണ്ട്, ഇത് ഈ ഇഡ്ഡലി ചെമ്പ് ഇവിടുന്ന് മേടിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഇഡ്ഡലി ചെമ്പ് മേടിച്ചിട്ടുള്ളത് ഇവിടെ ഒല്ലൂര് അടുത്തൊരു ചെമ്മട്ടിമ ഒരു കടയാണ് കേട്ടോ, അവിടെ ഒല്ലൂരിനുള്ളതാണ്. അപ്പോൾ പക്ഷേ ഈ ഇഡ്ഡലി ചെമ്പ് ഞാൻ മേടിച്ചിട്ട് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ടുണ്ട്, അത്രയും പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ തീ കത്തിച്ച് നമുക്ക് ഇഡ്ഡലി ചെമ്പ് അടുപ്പത്തേക്ക് കയറ്റാം കേട്ടോ. അപ്പോൾ ഇതിന് ആവി വന്ന് തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മാവ് കോരി വെച്ച് വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലി ചെമ്പൊക്കെ വെച്ചിട്ട് ആവി വന്നു തുടങ്ങിയിട്ട് പുറത്തേക്ക്. അപ്പോൾ നോക്കി നമ്മളൊരു കിണ്ണെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വെളിച്ചെണ്ണ ആട്ടോ പുരട്ടി കൊടുക്കണേ, കാരണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നെയ്യേക്കാളൊക്കെ നല്ലത് വെളിച്ചെണ്ണയാണ് കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മാവ് കോരി വയ്ക്കാം. ഇങ്ങനെ ഇളക്കിയിട്ട് അങ്ങനെ കോരി എടുത്തോളോ. രണ്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കാനുള്ള മാവാണ് നമ്മൾ റെഡിയാക്കി നോക്കണം കേട്ടോ. നമുക്ക് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഏറ്റവും കുറവ് നമ്മുടെ എന്താ പറയുക അപ്പം റെഡി ചെയ്യുന്നു. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം കേട്ടോ. അപ്പം നോക്കിയാൽ അല്ല നമുക്കിതേപോലെ ഒരു എന്തെങ്കിലും എടുത്തിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതിനൊന്നും ആവണില്ല. അപ്പോൾ നമ്മുടെ എന്താ പറയുക കിണ്ണത്തപ്പം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ചൂടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലുണ്ടല്ലോ ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ രണ്ടാമത് വയ്ക്കുമ്പോൾ വെള്ളം ഉണ്ടോ എന്ന് കൂടി നോക്കിക്കോളൂ കേട്ടോ. കാരണം ചിലപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ മുന്നേ തന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ അതനുസരിച്ച് കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായാൽ മതി. ഇനിയിപ്പോൾ ഇതാ അടുത്ത കിണ്ണെടുത്ത് അതിൽ മുന്നേ ചെയ്ത പോലെ തന്നെ വെളിച്ചെണ്ണയ്ക്കൂടെ പുരട്ടി കൊടുക്കാം. ഞാൻ പറഞ്ഞത് 2 കിണ്ണത്തപ്പത്തിനുള്ള മാവാണ് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ തന്നെ ഒരു 15 മിനിറ്റ് കൂടി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. നമ്മുടെ ഉണ്ടല്ലോ ഈ വെള്ളത്തിലിട്ട് വെച്ച് നമ്മുടെ കിണ്ണത്തപ്പം ഉണ്ടല്ലോ ചൂടാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കത് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാനൊരു പ്ലേറ്റ് ഒരു ഇലയിട്ട് വെട്ടിയിട്ടായിട്ട് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇടാം. കണ്ട എത്ര സുഖമായിട്ടാണ് നമുക്ക് കിട്ടണേ. പിന്നെ ജീരകം കേട്ടാ, ജീരകം ഇത്തിരി കൂടിയ പോലെ തോന്നുന്നുണ്ട്. ജീരകത്തിനോട് വലിയ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് കുറവ് കിട്ടും കേട്ടോ. കണ്ട നോക്കി പുറകു വശമായാലും നല്ല സോഫ്റ്റാണ്. കണ്ട ഇതേപോലെ അങ്ങനെ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഈ കിണ്ണത്തപ്പം വെന്തിട്ടുണ്ടാവണം. സമയമായിട്ടുണ്ട്, നോക്കട്ടെ. നമുക്ക് മുന്നേ ചെയ്ത പോലെ തന്നെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതാ ഇതിന് ആവണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പോലെ ആരും അടുപ്പിൽ നിന്ന് നേരിട്ട് എടുക്കണ്ട കേട്ടോ. എനിക്കെന്തോ അങ്ങനെയൊക്കെ ചെയ്തിട്ടൊരു ശീലമായ പോലെ. അപ്പോൾ ഇതൊന്ന് ചൂടാറി കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ ഈ കിണ്ണത്തപ്പം ചൂടാറിയിട്ടുണ്ട്, നമുക്ക് എടുക്കാം കേട്ടോ.
2 കിണ്ണത്തപ്പം റെഡി. അപ്പോൾ 2 കിണ്ണത്തപ്പം നോക്കി നല്ല സോഫ്റ്റായിട്ട് നമുക്കിങ്ങനെ ആട്ടുമ്പോൾ തന്നെ അറിയാം അത്രയും സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ. ശരിക്കും നാളികേരം പാലൊക്കെ കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് ഇത്രയും സോഫ്റ്റായിട്ട് കിട്ടുക കേട്ടോ. അപ്പം ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷായിട്ട് വിളിക്കട്ടെ. കത്തിതാണ് വീണതാ. എല്ലാവരും നോക്കിയോളോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാട്ടാ. നല്ല ടേസ്റ്റ് കേട്ടാ. പിന്നെ ജീരകം കൂടിയിട്ടുണ്ട് ഇത്തിരി. അപ്പൊ ഇത്രയും ജീരകം ഇടണ്ട കേട്ടോ. ഇവിടെ ജീരകത്തിന് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ജീരകം കൂടുതൽ ഇട്ടോക്കണേ, അല്ലെങ്കിൽ ഇത്രയും ജീരകം വേണ്ട. പൂരത്തിന് വേണ്ടതല്ലേ? അല്ല, അത് കാരണം ഇവിടെ വെച്ച് പറയാനില്ല. കൺമണിക്കുട്ടി സ്കൂളിൽ വന്നിട്ട് വേണം പൂരത്തിന് കൊണ്ടുപോകാനായിട്ട്. നമ്മുടെ വീടിന്റെ അടുത്ത് പൂരാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതേ നമ്മുടെ വീട്ടിലേക്ക് ആനയെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടിട്ടുള്ള കേട്ടാ. അപ്പൊ മോട്ടർ എടുത്തിട്ട് ആന കുളിക്കണപ്പോ. ആനയുടെ പേരെന്താ ചേട്ടാ? മഹാദേവൻ എന്നായിട്ട് നമ്മുടെ ആനയുടെ പേര്. നമ്മുടെ വീട്ടിൽ പിന്നെ നമ്മുടെ ആന. പക്ഷെ ഇപ്പൊ ഒരു വിഷമായി. നമ്മുടെ കൺമണിക്കുട്ടി ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാ വർഷം ആനയെ തമ്മിൽ കുളിപ്പിക്കാൻ കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞ വർഷം പക്ഷെ വേറൊരു പറമ്പുണ്ടായിരുന്നു, ഒരു വീടൊക്കെ കുളിച്ചിട്ട്. അപ്പൊ അവിടെ ആയിരുന്നു കുളിച്ചത്. കഴിഞ്ഞ വർഷം കൊണ്ടതില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ ഈ പ്രാവശ്യവും നമ്മുടെ വീട്ടിലേക്ക് വരില്ല എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണിക്കുട്ടിയുടെ സ്കൂളിൽ പറഞ്ഞയച്ചു. 3:30 ആയിട്ടാണ് സ്കൂളിൽ വിട്ട് കൺമണിക്കുട്ടി വരവുള്ളൂ. അതിന്റെ വലിയ പേരിക്ക് കണ്ടു. അപ്പൊ ഇപ്പൊ അഞ്ഞ് കൺമണിക്കുട്ടിക്ക് വന്ന വിഷമം വിട്ടാ ആന വന്ന് പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാര്യം ഇവിടുത്തെ എഴുന്നള്ളിപ്പാണെങ്കിൽ 3 മണിക്കാണ്. അപ്പൊ അവിടുത്തെ സ്കൂളിലോട്ട് 3:30 ആകുമ്പോഴേക്ക് എത്തുള്ളൂ എന്ന് വെച്ചിട്ട് സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് കൺമണി. അപ്പൊ ആന കുളിച്ച് പോയിട്ടാ. പക്ഷെ ആന കുളിച്ച് പോകണ്ടപ്പോ നോക്കി നമ്മളെ റേറ്റിക്കൊക്കെ ആകെ വെള്ളം ഇങ്ങനെ ചീറ്റിയാ കുളിക്കേണ്ട. അപ്പൊ തുമ്പിക്കൈകൊണ്ട് ഇങ്ങനെ വെള്ളം ചീറ്റല്ലേ ചെയ്യണേ. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ പൂരത്തിന് ഇവിടേക്ക് ആന കുളിക്കാനായിട്ട് വരാറുള്ളത്. ആ സമയത്ത് ഞങ്ങള് ആനയ്ക്ക് ഇങ്ങനെ എന്താ പറയാ ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കരുത്. ഞാൻ ഷൈഡിനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് വെച്ച് കൊടുക്കുമ്പോ പാപ്പ ഉണ്ടായിരുന്നിട്ട് അത് കുഴപ്പമില്ലാത്ത ആനയാണ്, ഒന്നും ചെയ്യില്ല, ധൈര്യമായിട്ട് വെച്ച് കൊടുത്തോളൂ. അങ്ങനെയാണ് അന്ന് വെച്ച് കൊടുത്തത്. ഈ പ്രാവശ്യം ഉണ്ടല്ലോ ഞാനേ നമ്മുടെ ഈ ആന പാപ്പനോട് ചോദിച്ചപ്പോഴേ ആള് പറഞ്ഞു ഈ ആന പെശകാണ്, എനിക്ക് ധൈര്യം പറയാൻ പറ്റില്ല. അത് കാരണം നമ്മള് ഒന്നിനും പോയില്ല. ആനയുടെ കുളിക്കും കണ്ടിങ്ങനെ നിന്നുള്ളൂട്ടാ. അപ്പൊ ഞാനുണ്ടല്ലോ ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ആനയ്ക്ക് ഇങ്ങനെ ഭക്ഷണം വെച്ച് കൊടുത്തല്ലോ, ആ ഭാഗം കാണിച്ചു തരാട്ടോ. നമ്മുടെ വീഡിയോയിൽ വിടണ്ട് ഞാനത്. എനിക്കിവിടെ തുടക്കട്ടെ. ഷായിട്ടുണ്ടല്ലോ തണ്ണിമത്തനാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനും തണ്ണിമത്തൻ തന്നെയായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇന്ന് പക്ഷേ അന്നത്തെ കാര്യം ആലോചിക്കുമ്പോൾ പേടി തോന്നുന്നുണ്ട്. അന്ന് പേടി തോന്നിയിരുന്നില്ല. അന്ന് ആനയുടെ വായിൽ ഇങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാനും കൺമണിക്കുട്ടി പൂരം കാണാൻ പോവാട്ടാ. കൺമണിക്കുട്ടി അച്ചാച്ചൻ്റെ അമ്മാമ്മേരും കൂടെ പോയി പൂരം കണ്ടിട്ട് ഒരു വട്ടം വന്നു. ഇനിയിപ്പോൾ ഇതാ വിചാരം പോലെ അപ്പോൾ നമുക്ക് അതിലേക്ക് ഹായ് പറയും. നമുക്ക് ഭയങ്കര അടുത്താട്ടാ, നടന്നു പോകാനുള്ള വഴിയുള്ളൂ. നമ്മുടെ വീട്ടിലേക്ക് വെച്ച് മേളം കേൾക്കുകയും ചെയ്യും.
പിന്നെ കൺമണിക്കുട്ടിക്ക് വളയൊക്കെ മേടിക്കണമെന്ന് വെച്ചിട്ട് വന്നപ്പോഴേ നമ്മുടെ പൂരപ്പറമ്പിൽ വളക്കച്ചവടക്കാരില്ല. അപ്പോൾ പിന്നെ കൺമണിക്കുട്ടിക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വിട്ടാ. പിന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂരപ്പറമ്പിൽ വന്ന് നമുക്കറിയാലോ, നമ്മൾ കുറേ പരിചയക്കാരെ കാണും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ കുടുംബത്തിലുള്ള കുറച്ച് പേരെ കണ്ടു. അങ്ങനെ എല്ലാവരോടൊക്കെ സംസാരിച്ച് ഞങ്ങളിതാ പൂരക്കം കുറച്ച് നേരം കണ്ടിട്ട് ഞങ്ങളിങ്ങോട്ട് വീട്ടിലേക്ക് പോരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പൂരം കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. പൂരം കഴിഞ്ഞിട്ടില്ല, നമ്മൾ നേരത്തെ പോകുന്നു. വീട് തങ്കാത്തിരിക്കുന്നു കൺമണിക്കുട്ടി ഇപ്പോൾ ഓളപ്പെടാൻ വേണ്ടിയിട്ട്.
2 സാധനം മേടിച്ചിട്ട് 2 പോളം വന്നതാ. പിന്നെ ഒരു കാര്യട്ടാ, ഞങ്ങളെ വളയൊക്കെ മേടിക്കണം വെച്ചിട്ട് നോക്കിയാൽ കൺമണിക്ക് കയ്യിൽ നിന്ന് ഒറ്റ വളയിടായിട്ട് ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ വളയൊന്നും ഇല്ല. ഒന്നാമത് എന്താ പറയുക, 3 ആളിക്ക് പൂരുണ്ടെന്ന് കൂടിയിട്ട് അതിൽ തിരക്കില്ലാത്തൊരു പൂര. നമുക്ക് കാണാനൊക്കെ നല്ല സുഖം പൂര് പറമ്പ് പോയി കഴിഞ്ഞാൽ വേണം. അപ്പൊ ഇനി എന്താ കണ്ണിന് നിർത്തല്ലേ നമുക്ക് അടുത്ത ദിവസം അടുത്ത